ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അനിയത്തിക്ക് വേണ്ടി ഇത് അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കണ്ടുകാണ് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സ്റ്റാർട്ടാകാൻ പാടായിരുന്നു. ഞാൻ സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ അത് എന്തെന്ന് ഞാൻ നെറ്റിൽ ഓരോന്നിൻ്റെയൊക്കെ അന്വേഷിച്ച് നോക്കി, പിന്നെ 5-6 കടയിലൊക്കെ ചോദിച്ചു നോക്കി. അപ്പൊ സംഭവം ഇതിന്റെ അകത്തുള്ള ഒരു എയർ ഫിൽറ്ററിന്റെ കംപ്ലൈന്റ് ആണ്. അത് ഇന്നിപ്പോ ശരിയാക്കണ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ എയർ ഫിൽറ്റർ മാറ്റാനായിട്ട് നമ്മൾ സ്കൂട്ടിയുടെ സീറ്റ് തുറക്കണം. സീറ്റ് തുറന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇത് തുറക്കാം. പെട്രോൾ ഇരിപ്പുണ്ട് ഗൈസ്. ഇത് സംഭവം ഞാൻ റിസർവ് ഇല്ലല്ലോ, വണ്ടി അവിടെ നിൽക്കണേ എടുക്കാൻ വേണ്ടി വെച്ചത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇത് ഊരാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ടീ സ്പാനറാണ്. ഈ 12-ൻ്റെ ഈ ടീ സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞാൻ ഇതൊന്ന് എല്ലാ സ്ക്രൂ ഒന്ന് ഊരിയിട്ട് വരാം. ഗൈസ്, സ്ക്രൂ എല്ലാം ഊരി. ഇനിയിപ്പോൾ നമുക്ക് ഈ സീറ്റ് താത്ത് വയ്ക്കാം. ഇതുപോലെ പൊക്കി വയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു കമ്പിയാണ് ഗൈസ്, അത് വയ്യെ പൊക്കിയിട്ട് ഇതേപോലെ സ്റ്റാൻഡ് പോലെ വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതാണ് സെക്കൻഡറി എയർ ഫിൽറ്റർ ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് മാറ്റാനുള്ളത്. സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ. ഇതിൻ്റെ അടിയിലായിട്ടൊരു സ്ക്രൂ ആണ് ഗൈസ്. അപ്പോൾ അത് ഊരണം. സ്ക്രൂ ഊരിയ ശേഷം ഇവിടെ ഒരു ക്ലിപ്പ് കണക്ക് കാണും ഗൈസ്. ഇത് 4 സൈഡിനും കാണും. ഇതെല്ലാം ഊരിയെടുക്കണം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡറി എയർ ഫിൽറ്റർ. ഇതിൻ്റെ അവസ്ഥ നോക്ക് ഗൈസ്. ഇത് പഞ്ഞി മുട്ടായി കണക്ക് കീറിപ്പോണ്. ശേടാ, ഇതെന്തൊരു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പുതിയത്. അതിൻ്റെ വ്യത്യാസം കണ്ടാൽ മനസ്സിലായി. ഇനിയിപ്പോൾ ഗൈസ് എല്ലാം പഴയത് കണക്ക് തന്നെ തിരിച്ച് എങ്ങനെയാണ് ഊരിയെടുത്ത് അതേപോലെ വയ്ക്കുക. സ്ക്രൂ തിരിച്ച് കയറ്റാം ഗൈസ്. അപ്പോൾ ഇത് മറക്കല്ലേ, ഈ സ്ക്രൂ ഇടണ കാര്യം മറന്നുപോയാൽ പണി കിട്ടും. അപ്പോൾ എല്ലാം കഴിഞ്ഞ ഗൈസ്, എല്ലാം അടച്ച് നല്ല ഇതാക്കി വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഒന്നും കൂടെ നോക്കണം. കാരണം സീറ്റ് ചിലപ്പോൾ അടഞ്ഞിട്ട് തുറക്കാൻ പറ്റാതായിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധാരണ കണക്കിന് താക്കോലിട്ടിട്ട് ഒരു വട്ടം അടിച്ചു നോക്കാം. ചവിട്ടിയാണ് ഞാൻ സ്റ്റാർട്ടാക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ഒന്ന് ചവിട്ടി നോക്കാം. ഓക്കെ, ഒറ്റ ചവിട്ടിൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ കുറേ ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്ത് പഠിക്കണതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ശരിയാക്കി. ഇത് വെറും ഒരു 31 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ശരിയാക്കാം. സംഭവം 2 എയർ ഫിൽറ്ററാണ് ഈ വണ്ടിയിൽ വേണത്. ഒന്നെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു എയർ ഫിൽറ്ററും ഇപ്പൊ നമ്മൾ മാറ്റിയത് സെക്കൻഡറി എയർ ഫിൽറ്ററാണ്. ഇത് മിക്ക ആക്റ്റീവ അതുപോലെയുള്ള വണ്ടികൾക്കൊക്കെ ഉണ്ട് ഈ ഒരു എയർ ഫിൽറ്റർ. ഇത് അടഞ്ഞിരുന്നാലും ഇതിലിപ്പോ മണ്ണേറി ചീത്തായി ഒരുമാതിരി ആയിപ്പോ കുറെ നാളായി. അപ്പോൾ എടുക്കാതെയൊക്കെ വെച്ചിരുന്നു ഈ വണ്ടി. അങ്ങനെയാണ് ഈ ഒരു വിഷയം വന്നത് ഇതില്. അപ്പൊ ഇത് അല്ലാതെ ഇനിയും കുറച്ച് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടാം. എല്ലാം കൂടെ ഒരു വീഡിയോയിലാക്കി കഴിഞ്ഞാലും ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഓരോരോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെയും ബൈ.